ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പറമ്പിക്കുളത്തെ ഒരു ഫുൾ ഡേ ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ മന്തിൽ അനൗൺസ് ചെയ്ത ട്രിപ്പ് വിത്ത് ന്യൂട്ടൺ വ്ലോഗ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലെ ഫസ്റ്റ് ബാച്ചുമായിട്ടുള്ള ഒരു ട്രിപ്പാണ്. 2 ദിവസത്തെ ഫോറസ്റ്റ് ട്രെക്കിങ്ങും അതുപോലെ ഒരു ജംഗിൾ സഫാരിയും പിന്നെ ഭക്ഷണവും താമസവും യാത്രയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാക്കേജ് ആയിരുന്നു. എന്തായാലും നമ്മൾ പാക്കേജ് അനൗൺസ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ സീറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീറ്റുകളെല്ലാം ഫില്ലായെങ്കിൽ പോലും ഒരുപാട് പേര് വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർച്ച് 29-30, അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പോൾ യാത്രയും താമസവും ഭക്ഷണവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും അതുപോലെ ഇൻസ്റ്റയിൽ പോസ്റ്റായിട്ടും എല്ലാം ഇടുന്നതായിരിക്കും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു ട്രിപ്പിന് വന്ന ആളുകളെല്ലാം തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മുടെ പുറകെ വരുന്ന വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ തമിഴ്നാടിൻ്റെ നമ്മുടെ സേതുമട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പറമ്പിക്കുളം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തന്നെ ഈ ഒരു വഴിക്ക് കയറിയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും നമുക്ക് ഒരുപാട് അനിമൽസിനെ എല്ലാം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഈ ഒരു റൂട്ടിൽ തന്നെ നമുക്ക് ഒരു അടിപൊളി കരടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണത്തെ യാത്രയിൽ നമുക്ക് എന്തൊക്കെ സൈറ്റിംഗ് ആണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹനുമാൻ ലങ്കൂറാണ്, അതായത് ഗ്രേ ലങ്കൂർ. നമ്മുടെ സേതുമട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ പറമ്പിക്കുളം പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് കാടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇവിടെ കാണാനായിട്ട് ചാൻസ് ഉള്ള വളരെ കോമൺ ആയിട്ട് സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന ഗ്രേ ലങ്കൂറും അതുപോലെ നിൽഗിരി ലങ്കൂറും അതുപോലെ നമ്മുടെ സാധാ കുരങ്ങുകളും. അങ്ങനെ കുരങ്ങുകളുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മരത്തിൽ കണ്ടതാണ് ഈ കാണുന്ന കാട്ടുപ്രാവ്, അതായത് സ്പോട്ടഡ് ഡോവ്. നമ്മുടെ പറമ്പിക്കുളം യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു ബേർഡ് എന്ന് പറയുന്നതും ഈ കാണുന്ന പ്രാവും അതുപോലെ മയിലുമാണ്. അങ്ങനെ കുരങ്ങുകളുടെയും പ്രാവിൻ്റെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു ഐറ്റമാണ് ഇവിടെ വളരെ കോമൺ ആയിട്ട് തന്നെ കാണുന്ന മയിലുകൾ. നമ്മൾ ഈ കാണുന്ന 3 മയിലുകളും മെയിലാണെങ്കിൽ പോലും ഇതിൽ ഒരു മയിലിന് മാത്രമാണ് വളരെ നീട്ടമുള്ള പുറകിലെ പീലിയുള്ളത്. ഓരോ സീസണുകളിലും ഇവർ മയിൽപ്പീലിയെല്ലാം പൊഴിക്കുന്നതുകൊണ്ടായിരിക്കണം ബാക്കി 2 മയിലുകൾക്ക് നമുക്ക് പീലിയൊന്നും കാണാൻ പറ്റാത്തത്. അങ്ങനെ മയിലിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ 2 കാട്ടികൾ നിൽക്കുന്നുണ്ട്. ടോപ്പ് സ്ലിപ്പ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പോണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഭാഗത്ത് തന്നെ നമുക്ക് പലപ്പോഴും പല സമയത്തും ഈ കാട്ടികളെ കാണാൻ പറ്റിയിട്ടുണ്ട്. പറമ്പിക്കുളത്ത് നമ്മൾ ട്രെക്കിങ്ങിന് പോയപ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാട്ടികളെ കണ്ടിട്ടുള്ളത് ഈ റോഡിൻ്റെ സൈഡിൽ ഇതേ ഭാഗത്ത് തന്നെയാണ്. അങ്ങനെ കാട്ടികളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ കാണുന്ന ടോപ്പ് സ്ലിപ്പിലെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. നമ്മൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് എപ്പോഴും കാണാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഈ കാണുന്ന മാനുകൾ. ടോപ്പ് സ്ലിപ്പിൽ നമ്മുടെ സഫാരി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വലിയൊരു ഗ്രാസ് ലാൻഡ് നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാനുകളും മയിലുകളും പന്നിയും അങ്ങനെ ഒരുപാട് കാട്ടുമൃഗങ്ങളെല്ലാം വന്ന് നടക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർക്ക് കഴിക്കാനുള്ള ഫുഡും ഇവിടെ ഉണ്ട്. അതുപോലെ ഇവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെറിയ ചെറിയ പോണ്ടുകളിൽ ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. എന്തായാലും രാവിലെയോ വൈകുന്നേരമോ ഒക്കെയാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മാനുകളെ മിസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ടോപ്പ് സ്ലിപ്പിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കാട്ടുകോഴിയാണ്. മെയിലായിട്ടുള്ളൊരു കോഴിയാണ് ഇത്. പക്ഷേ അനങ്ങാണ്ട് കുറേ നേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ നമ്മുടെ കേരളത്തിനകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് വഴി വന്ന് ഈ കാണുന്നൊരു ചെക്ക് പോസ്റ്റിലൂടെ നമ്മൾ കേരളത്തിനകത്തേക്കാണ് കിടക്കുന്നത്. അങ്ങനെ കേരളത്തിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന നിൽഗിരി ലങ്കൂറാണ്. നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന ഈ ഒരു മുളയിൽ നിന്ന് മുളയരി പറിച്ച് കഴിക്കുന്ന തിരക്കിലാണ് 3 പേരും. സാധാരണ മരങ്ങളിലിരുന്ന് അതിൻ്റെ ഇലയും കായും പൂവും എല്ലാം പറിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മുളയിലിരുന്ന് ഈ മുളയരി പറിച്ച് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്.
അങ്ങനെ നിൽഗിരി ലങ്കൂറിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ റോഡിലൂടെ ഒരു കൂട്ടം കാട്ടുകോഴികൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കണ്ടത്. ഈ ഒരു കൂട്ടത്തിൽ 3 മെയിലും 1 ഫീമെയിലുമാണ് ഉള്ളത്. സാധാരണ മെയിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഫീമെയിലുകളുടെ കൂടെ 1 മെയിലും ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. എന്തായാലും ഇത്തവണ നമുക്ക് കിട്ടുന്ന സൈറ്റിംഗ് എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. എന്തായാലും ആ ഒരു വെറൈറ്റി തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള സൈറ്റിങ്ങിൽ നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്നൊരു സ്ഥലത്തേക്ക് എത്താം. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ ട്രെക്കിങ്ങും സഫാരിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഈ കാണുന്നൊരു ക്യാൻറ്റീനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ലഞ്ചെല്ലാം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് എഴുതി വാങ്ങി അതിനകത്ത് ഗൈഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ട്രെക്കിങ്ങിന് പോകാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസ്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സഫാരിക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റെല്ലാം എടുക്കുന്നത്. ഈ ഒരു ബുക്കിംഗ് ഓഫീസിൻ്റെ അകത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് അനിമൽസിൻ്റെ ഫോട്ടോസ് എല്ലാം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കണ്ട കടുവയുടെയും ലെപ്പേർഡിൻ്റെ എല്ലാം ഫോട്ടോസ് കണ്ട് ഒരു കൊതിയോടുകൂടി തന്നെയാണ് നമ്മൾ കാടിനകത്തേക്ക് കയറിയത്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കുറച്ച് ദൂരം നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയതിന് ശേഷമാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് വീണ്ടും ഒരു കരിങ്കുരങ്ങ് തന്നെയാണ്, അതായത് നമ്മുടെ നിൽഗിരി ലങ്കൂർ. അങ്ങനെ നിൽഗിരി ലങ്കൂറിൻ്റെ കാഴ്ചയെല്ലാം കണ്ടു നിന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ കിട്ടിയതാണ് ഈ കാണുന്ന സെർപ്പൻറ്റീകൾ. അങ്ങനെ കുരങ്ങിൻ്റെയും സെർപ്പൻറ്റീകളുടെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ഈ കാണുന്നൊരു വഴി ചെന്ന് നേരെ ഒരു ഡാമിനടുത്ത് ചെന്നതിന് ശേഷമാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ട്രെക്കിങ്ങിൽ കുറച്ച് പ്രത്യേകതകളെല്ലാം ഉണ്ട്. കാരണം കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവരെ പറമ്പിക്കുളത്ത് വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസും അതുപോലെ ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പീരിയൻസും ഈ ഒരു ട്രെക്കിംഗ് തന്നെയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പുറകെ പറയാം. അപ്പോൾ ഈ കാണുന്ന ഒരു ഡാമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെരുവാരി ഡാം എന്നാണ് ഈ കാണുന്ന ഡാമിൻ്റെ പേര്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് പെരുവാരി ഐലൻഡ് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേ പ്രോഗ്രാമും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന വഴി നമ്മൾ നേരെ നടന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ കിടക്കുന്നൊരു പന്നിയാണ്. ഈ ഒരു പന്നി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. ഇത് ലെപ്പേർഡോ അല്ലെങ്കിൽ ടൈഗറോ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ച ടൈമിൽ ഓടി രക്ഷപ്പെട്ടൊരു പന്നിയായിരിക്കണം. അതിൽ പറ്റിയ പരിക്കുകൊണ്ടായിരിക്കണം ഈ ഒരു ഭാഗത്ത് വന്ന് ഈ ഒരു പന്നി ചത്തുപോയതും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കാടിൻ്റെ ഭാഗത്ത് വെച്ച് പാമ്പ് കൊത്തിയതാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ലെപ്പേർഡ് കില്ല് ചെയ്തതായിരുന്നെങ്കിൽ ഇത് വലിച്ച് മരത്തിന് മുകളിൽ കയറ്റുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം കഴിച്ച് തീർക്കാറാക്കിയിട്ടുണ്ടായിരുന്നേനെ. നേരെ മറിച്ച് കടുവയായിരുന്നെങ്കിലും ഇപ്പോൾ അഴുകി തുടങ്ങിയതുകൊണ്ട് തന്നെ കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന ടൈമിൽ അതിൻ്റെ പുറകുവശത്തെ മാത്രം കുറച്ച് മീറ്റ് മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. അത് അവിടെ ചെക്കിങ്ങിലുണ്ടായിരുന്ന പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് രാവിലെ ഞങ്ങൾ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു 7-8 കാട്ടുപട്ടികൾ വന്ന് അതിനെ കഴിച്ചു എന്നാണ്. എന്തായാലും നമ്മൾ വന്നത് ഒരു അരമണിക്കൂർ മുമ്പായിരുന്നെങ്കിൽ ഏകദേശം ഒരു 8 കാട്ടുപട്ടിയോളം നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ട് തന്നെ കിട്ടിയേനെ. കാട്ടിൽ കയറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലക്കും നമ്മുടെ ഒബ്സർവേഷനോ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ പോകുന്ന സമയത്ത് അതേ ടൈമിൽ അവിടെ ഏതെങ്കിലും അനിമൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ കാണാൻ പറ്റൂ. നേരെ മറിച്ച് നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് അവർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്തതിന് ശേഷമാണ് അവർ വരുന്നതെങ്കിലോ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. പിന്നെ കാട്ടിൽ കയറുമ്പോൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പല അനിമൽസിനെയും നമ്മൾ കാണുന്നുണ്ടാവില്ല, പക്ഷേ അവർ നമ്മളെ കാണുന്നുണ്ടാവും. അങ്ങനെ കാട്ടിലൂടെ നമ്മൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മുടെ കന്നിമാരത്തേക്കിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളെല്ലാം പോകുന്ന അതേ വഴിയിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ഈ ഒരു വിഷ്വൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മളൊപ്പം വന്നിരിക്കുന്ന ആ ഫ്രണ്ടിൽ പോകുന്ന ഒരു ഗൈഡ് ഉണ്ടല്ലോ, ആൾ പോകുന്ന വഴിക്ക് എല്ലാ ആനിമൽസിനെയും ഓടിച്ചാണ് പോകുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിഷ്വൽസ് പുറകെ വരുന്നുണ്ട്. ഈ ഒരു സഫാരിയിലെ അല്ലെങ്കിൽ ഈ ഒരു ട്രെക്കിങ്ങിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഇത് തന്നെയായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ബസ് പാസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് താഴെയായിട്ട് ഒരുപാട് മാനുകൾ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് എത്ര ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഗൈഡ് പോകുന്നതെന്ന് നോക്കിയേ. അവിടെ ഒരു കൂട്ടം മാനുകൾ നിൽക്കുന്നത് നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റിയിരുന്നു.
പക്ഷേ അതിനെ കാണാത്ത പോലെ ആൾ നടന്ന് അതിന് തൊട്ടടുത്ത് ചെന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്ത് ഓടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു റീസണും ഇല്ലാതെ അവിടെ തന്നെ ആൾ നിൽക്കുകയും ചെയ്തു. ആള് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ദൂരെ നടന്ന് ഇതുപോലെ അനിമൽസിനെ എല്ലാം ഓടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി ഇനി റിവറിലൂടെ നടക്കാനായിട്ടുള്ള പ്ലാനാണ്. ഈ മാനുകളെ ഓടിച്ചതുപോലെ തന്നെ പല ഇൻസിഡൻറ്റും ഇതിന് മുമ്പായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും മൈൻഡും ഔട്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് വെച്ച് ട്രെക്കിംഗ് അവസാനിപ്പിച്ച് തിരിച്ചു പോകാം, എന്നിട്ട് നമുക്ക് മലക്കപ്പാറ റൂട്ടിലേക്കൊന്ന് പോയി അവിടെ നിന്ന് എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കാമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു ഗൈഡിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. നേരെ മറിച്ച് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നത് ദേവ എന്ന് പറയുന്ന ഒരു ഗൈഡാണ്. ആൾ ഭയങ്കര പൊളൈറ്റായിട്ടും അതുപോലെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തത്. മറ്റേ ഗൈഡ് അനിമൽസിനെ ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഗൈഡ് നമുക്ക് ഒരുപാട് സൈറ്റിംഗ് കണ്ടുപിടിച്ച് തരാനായിട്ടുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇവിടെ നിന്നും മറ്റേ ഗൈഡ് ഫ്രണ്ടിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് അനിമൽസിനെ ഒന്നും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു വഴി ജസ്റ്റ് നടന്ന് നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഈ കാണുന്ന വഴി താഴേക്ക് ഇറങ്ങിയത്. അതുമാത്രമല്ല, ഈ പോകുന്ന വഴിക്ക് ഒരു കൊമ്പനാന ചരിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മാസം മുമ്പ് മറ്റൊരു കൊമ്പനുമായിട്ട് കുത്തുപിടിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൊമ്പൻ ചരിഞ്ഞത്. എന്തായാലും ആള് ചരിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇനി ആര് വിചാരിച്ചാലും അതിനെ അവിടെ നിന്ന് ഓടിച്ചു വിടാനൊന്നും പറ്റില്ലല്ലോ. ഇനി ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും കല്ലിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ വരെ എത്തിയപ്പോൾ മനസ്സ് വളരെ സങ്കടപ്പെട്ടാണ് വന്നെങ്കിൽ പോലും ഇനി പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് പുറകെ വരുന്നുണ്ട്. എന്തായാലും ആ വിഷ്വൽസ് എല്ലാം കാണുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ട്രെക്കിങ്ങിൻ്റെ ഓഡിയോ എല്ലാം കേട്ട് നടന്നാലോ. തള്ളേടായിട്ട് ഒട്ടുക്കൊന്ന് കാണുന്നുള്ളൂ. രാവിലെ
അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ നടത്തത്തിന് ശേഷം നമ്മൾ നേരെ ആന കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഈ കാണുന്നത് ആനയുടെ കാൽപാദത്തിന് അടിയിലെ ഭാഗമാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആനയെ കുത്തി അന്ന് വീഴ്ത്തിയത്. ഏകദേശം ഒരു മാസത്തോളം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ആനയുടെ എല്ലുകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഈ എല്ലുകളല്ലാതെ കുറച്ച് മാംസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിക്കാനായിട്ട് പല ആനിമൽസും ഇവിടെ വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. എന്തായാലും ഈ ഭാഗത്ത് കുറച്ച് ബാഡായിട്ടുള്ള സ്മെല്ല് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കാതെ നേരെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കിഡിലൻ സൈറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഇത്രയും നേരത്തെ സങ്കടമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു സൈറ്റിംഗ് നമുക്ക് കിട്ടിയത്. ഞങ്ങളുടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അത് എന്ത് അനിമലാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ സഫാരി എല്ലാം പോയപ്പോൾ ഈ ഒരു അനിമലിനെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ട്രെക്ക് ചെയ്ത് വന്നപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ കൺമുന്നിൽ ഒരു അടിപൊളി കടുവ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 150 മീറ്ററോളം അപ്പുറത്തായിട്ടാണ് ഈ ഒരു കടുവ കിടക്കുന്നത്. നമ്മുടെ ദേവ എന്ന് പറയുന്ന ഗൈഡ് ഈ ഒരു കടുവയെ കണ്ടുപിടിച്ചെങ്കിലും ഇത് പറഞ്ഞപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം എടുത്തിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറയെല്ലാം സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അത് കടുവയാണെന്നുള്ളത് കൺഫേം ചെയ്തത്. എന്തായാലും പറമ്പിക്കുളത്ത് ട്രെക്കിങ്ങിനിടയിൽ നല്ല 4K ക്വാളിറ്റിയിൽ ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് വീഡിയോ പകർത്താൻ പറ്റി. എന്തായാലും ഈ ഒരു ടൈഗർ സൈറ്റിംഗ് കിട്ടിയതോടുകൂടി തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ഹാപ്പി. എന്തായാലും ദൂരെ നിന്ന് കുറച്ച് നേരം വിഷ്വൽസ് എല്ലാം എടുത്തതിന് ശേഷം പയ്യെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് എടുക്കാനായിട്ടുള്ള പ്ലാനാണ്. നമ്മൾ ഇതുപോലുള്ള ലേക്കിലൂടെ എല്ലാം പോകുമ്പോൾ ഇതുപോലെ കടുവയോ ലെപ്പേർഡോ ഏതെങ്കിലും അനിമലിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നിൽക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആനിമൽസ് എല്ലാം നമ്മളെ കാണാനായിട്ടുള്ള ചാൻസും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. എന്തായാലും മുളയുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം ഗ്യാപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അറിയാനും പോകാനും ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ബാച്ചായിട്ടാണ് ഇതിനടുത്തേക്ക് ചെല്ലുന്നത്. ആദ്യം ഞങ്ങൾ 2 പേര് മാത്രം അടുത്തേക്ക് ചെന്നതിന് ശേഷം ബാക്കിയുള്ളവർ അതിന് ശേഷമാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഈ കാണുന്നൊരു ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഏകദേശം ഒരു 50 മീറ്ററിനകത്തായിട്ട് നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റി. ഇതുപോലുള്ള ലേക്കിലെല്ലാം നമ്മൾ കടുവയെ കാണുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി നിന്നാൽ മാത്രമാണ് നമ്മളെ കാണാതിരിക്കുമെന്ന് പറഞ്ഞു തരുന്ന ആളുകൾ ഇവിടെയുള്ള ഗൈഡുമാർ തന്നെയാണ്. ആ ഒരു ഗൈഡുമാരിൽ ഒരാളാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കടുവയെ ഓടിക്കാനായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചെന്ന് ആ വെള്ളത്തിലെല്ലാം ശബ്ദം ഉണ്ടാക്കി മുന്നോട്ട് കിടക്കുന്നതും. ഞങ്ങൾ പലതവണ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് പോകല്ലേ എന്ന് പറഞ്ഞിട്ടും ആൾ ആ ഒരു ഭാഗത്തുകൂടെ തന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് മൈൻഡ് ചെയ്യാനും നിന്നില്ല. എന്തായാലും അത്യാവശ്യം നമുക്ക് വീഡിയോയിൽ ഈ കടുവയെ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി അത് പോവുകയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞങ്ങളും.
നമ്മൾ ഈ കാണുന്ന വിഷ്വൽ കാണുമ്പോൾ ഇവിടെ ഒരു കടുവയെ മാത്രമല്ല കാണുന്നത്, പക്ഷേ ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ആ ഒരു പാറയുടെ ചരിവിലായിട്ട് വേറെ 2 കടുവകൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗൈഡ് അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നടന്ന് ഈ കടുവ കാണുന്ന രീതിയിൽ നടന്ന് ശബ്ദമെല്ലാം ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഈ കടുവയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു കടുവ ഗൈഡിനെ കണ്ട് പേടിച്ചോടി. അത് ഓടുന്നത് കണ്ട് പേടിച്ച് ഈ കിടക്കുന്ന കടുവ ഓടിയപ്പോഴാണ് ഇതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു കടുവയുടെ വാലെനിക്ക് കാണാൻ പറ്റിയത്. അത് പുറകെ വരുന്ന വിഷ്വലിൽ നിങ്ങൾക്കും കാണാൻ പറ്റും. ശരിക്കും ആ ഒരു ഗൈഡ് അവിടെ ആ ഒരു രീതിയിൽ പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 3 കടുവയെ അല്ലെങ്കിൽ അതിലധികം കടുവയെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടിയേനെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഇനി പുറകെ വരുന്ന വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ഗൈഡിനെ കണ്ട് പേടിച്ചോടുന്ന കടുവയുടെ വിഷ്വലാണ് ഇതാ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അത് പേടിച്ച് ഓടിയ ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ കാണുന്ന ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മറ്റൊരു കടുവയുടെ കാലും വാലും എല്ലാം നമുക്ക് കാണാനും പറ്റും. എന്തായാലും ഒരു കടുവയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ നമ്മളും വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഏതാണ്? അതാണോ? അവിടെയാണ്. അല്ല, അവിടെ ഫീമെയിൽ കിടന്നോ? ഇതാ നമ്മൾ ഈ കാണുന്ന പാറയുടെ മുകളിലൂടെ ആ ഇല്ലിക്കാടിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ കടുവകൾ ഓടിപ്പോയത്. അപ്പോൾ അതെ, നമ്മൾ പറമ്പിക്കുളത്ത് അടിപൊളിയായിട്ടൊരു ടൈഗർ സൈറ്റിങ് കിട്ടി. നമുക്ക് കാണിച്ചെന്ന ആളെ കണ്ടേ, നമ്മുടെ ഗൈഡ് ദേവ. താങ്ക് യു സോ മച്ച്. പൊളിച്ച്. കാരണം ആ ഒരു സ്ഥലത്ത് സാധനം കിടന്നത് ആരും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുറേ മുളയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി അവിടെ ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചെറിയൊരു റോക്കാണെന്ന് പറഞ്ഞത്, ചെറിയൊരു പാറ പോലെ കണ്ടത്. പക്ഷെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ടൈഗറാണെന്ന് മനസ്സിലായി. അത്രയും ദൂരത്തുനിന്ന് കണ്ടുപിടിച്ച് ഒന്നും പറയാനില്ല, സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. അപ്പോൾ പോണ വഴിക്ക് ഇനി അടുത്ത ടൈഗർ നോക്കാം. ഓക്കെ, പറമ്പിക്കുളത്ത് ടൈഗർ. ബാക്കിയുള്ളവരെ കാണണ്ടേ? ഇതേ നമ്മുടെ റോഷൻ ചേട്ടൻ, നമ്മുടെ ഒരു ഗൈഡ് കൂടി ഉണ്ട്. എന്താ വിടാണ്ടിക്കടെ എന്താ പറയാ, ഇപ്പൊ ഡ്രൈഡേ മാറി കിട്ടിയ അങ്ങനെ വിപിന്റെ സങ്കടം എല്ലാം മാറി. പിന്നെ ഒന്നുമില്ല, രാവിലെ തൊട്ട് ഒന്നും കാണാത്തതിന്റെ ഒരു ഇതുണ്ടല്ലോ, ആ ടൈഗറിനെ കണ്ടപ്പോ എല്ലാം മാറി. അങ്ങനെ ഹാപ്പി. പൊളി. ഇതാണ്ട റോമ പറഞ്ഞു, അത്ര പൊളിയാ കണ്ടപ്പം. പൊളി, അടിപൊളി. ഇവിടെ നടന്നിട്ടുണ്ട്. ആ ഭാഗ്യമുണ്ട് നമുക്ക് ഇത്രയും ദൂരം നടന്നത്. അതെ, അല്ല കപ്സും ഉണ്ടെന്നേ, അത് ചെറുതിൻ്റെ ഉണ്ട്. അവിടെ കിടന്നുണ്ടല്ലേ? ആ അതെ, ഇവിടെയൊക്കെ നല്ല പുല്ലൊക്കെ മാറ്റി. മിണ്ടല്ലേ നമ്മളാവും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് 2 ലെപ്പേർഡായിരുന്നു. അവർ മേറ്റിങ്ങിനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഇടയിലാണ് നമ്മളെ കണ്ട് പെട്ടെന്ന് ഓടിയത്. നമ്മളെന്നല്ല, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോയ ഒരാളെ കണ്ട് ഓടിയത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രെക്കിങ്ങിൽ ശരിക്കും ടൈഗറും ലെപ്പേർഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കുറേ സൈറ്റിംഗ് കിട്ടിയാനെ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മിസ്സായി. നമ്മുടെ ഈ ഒരു ഗൈഡ് പോകുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു കാട്ടിലൂടെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 2 പേരും 2 വഴിക്കാണ് ഓടിയത്. ഈ കാണുന്നതെല്ലാം ഇവിടെ നടന്ന ആ ലെപ്പേർഡിൻ്റെ കാൽപ്പാടുകളാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രെക്കിങ്? ഒന്നും പറയാനില്ല. എന്തൊക്കെ കിട്ടി? എന്തൊക്കെ കണ്ടു? നമ്മുടെ അവസാന വാക്കാണ് കടുവ, അവനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ പോയത് സാധനം പോയ ലെപ്പേർഡ്, പക്ഷെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഇനി വരുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അഭിലാഷേട്ടാ സെറ്റല്ലേ? അടിപൊളി. ഞാൻ
കുറേ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇന്ന് മൃഗങ്ങളൊക്കെ കാണണം എന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇത്ര അടുത്തു നിന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ കടുവേനെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എക്സൈറ്റഡായി. അതുകൊണ്ട് പിന്നെ പുറകെ പോയി നമ്മൾ ശരിക്കും കാണുന്ന രീതിയിൽ നമുക്ക് കണ്ണുകൊണ്ട് ശരിക്കും കാണാം. നമ്മുടെ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒന്നും കിട്ടിയില്ലല്ലോ, ഒന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ട്രക്കിംഗ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊരു ഇതുണ്ടായിരുന്നു, ഒരു മോട്ടിവേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അടുത്തൊരു ഇതിലേക്ക് പോകാനുള്ളൊരു മോട്ടിവേഷനാണ്. കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ലെപ്പാഡും കൂടി കാണാൻ പറ്റി. ലെപ്പാഡ് ഓടിപ്പോകുന്നതാണ് കണ്ടത് ദൂരത്ത് നിന്ന്, പക്ഷെ എന്നാലും അത് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നും പറയാനില്ല ഇന്നത്തെ ദിവസം. ഡബിൾ ഹാപ്പി. ഓക്കെ, സെറ്റല്ലേ എന്തായി? സെറ്റല്ലേ? ട്രിപ്പ് ഒന്ന് പൊളിച്ചില്ലേ? ട്രക്കിംഗ് പൊളിച്ചല്ലേ? പിന്നല്ലാണ്ട്. അപ്പോൾ നമ്മൾ പറമ്പിക്കുളത്ത് സഫാരിയുടെ ഇടയിലാട്ടോ. അപ്പോൾ അതേ നമുക്ക് കൂടെയുള്ള ആരൊക്കെയൊന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ ഗൈഡ് ഇവിടെ ദേവ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ്. നമുക്ക് ഇപ്പോൾ ഒരു ടൈഗറിനെ അടിപൊളിയായിട്ട് കാണിച്ചു തന്നു. പിന്നെ ഒരു ലെപ്പേർഡിനെ കിട്ടി, പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു ഗൈഡ് അവിടെ രമേഷ് എന്നാണ് ആളുടെ പേര്. പുള്ളി അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ള ആൾ അപ്പോൾ നമ്മുടെ അപ്പോൾ ഉള്ളത് അജിത്താണ്. അജിത്തിനൊരു ചെറിയ യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് വൈൽഡ് സ്പിയർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്നെല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേനെ. ഇതാണ് നമ്മുടെ അഭിലാഷ് ഏട്ടൻ. എങ്ങനെയായിരുന്നു? അടിപൊളിയല്ലേ? അടിപൊളി, ഒരു രക്ഷയില്ല. ഓക്കെ. വിപിൻ എങ്ങനെയുണ്ട് വിപിനെ? അടിപൊളി. ക്യാമറയൊക്കെ തൂക്കി കിടന്നിട്ട് മുതലായില്ലേ? ശരിക്കും മുതലായി. ഇന്നലെയോ? ഇന്നലെയും മുതലായല്ലോ. ഇന്നലെ ആർക്ക് മുതലായി? അല്ലേ, ഇന്നലെ ആർക്കാ മുതലായി? നന്നായി മുതലായി ഇന്നലെ. കാരണം വേറെ ഒന്നുമല്ല, വിപിന്റെ ക്യാമറ ഇത്തിരി നല്ല വെയിറ്റ് ആയിരുന്നു. അതില് മെയിൻ താരം ഇവിടെ ഉണ്ട്. ഈ ഷോട്ടിൽ മറ്റേടും. പിന്നെ റോഷൻ ചേട്ടൻ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. പിന്നെ മുതല, കടുവ, നമ്മ വെറൈറ്റി സാധനങ്ങൾ ഈ പ്രാവശ്യം കണ്ടത്. ബാക്കി ഓർത്ത് പറ. ലെപ്പേർഡ്, കാട്ടുപട്ടി. ലെപ്പേർഡ് നമുക്ക് പിന്നെ വീഡിയോയിൽ കിട്ടിയില്ല, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി. കാട്ടുപട്ടി, പിന്നെ മ്ലാവ്, മയിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പക്ഷേ കടുവ, മുതല, ലെപ്പേർഡ് പൊളിച്ചു. ഇതിൽ റോഷൻ ചേട്ടൻ പറഞ്ഞ കാട്ടുപട്ടിയും മുതലയും പിന്നെ ആനയൊക്കെ അടുത്ത വീഡിയോയിലാണ് വരുന്നത്. നമ്മൾ പറമ്പിക്കുളത്ത് 2 ദിവസം ട്രെക്കിംഗ് എടുത്തുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് ഡേയിലെ ട്രെക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ കടുവയെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യം ഇട്ടുന്നേ ഉള്ളൂ. എന്തായാലും മൃഗസമ്പന്നമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ പുറകെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് പറമ്പിക്കുളത്തെ പഗ്മാർ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രെക്കിംഗ് പ്രോഗ്രാമിൽ ഏറ്റവും ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിലാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും 2 കൊമ്പന്മാരാണ്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് നേരത്തെ അവിടെ ചരിഞ്ഞ ഒരു ആനയെ കണ്ടില്ലേ, ആ ആനയെ കൊന്നത് ഈ കാണുന്ന കൊമ്പനാണ്. ഇപ്പോൾ മറ്റൊരു കൊമ്പനായിട്ട് കുത്തുപിടിക്കുന്നതിൻ്റെയാണ് നമ്മൾ ഈ കാണുന്ന വിഷ്വൽ. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ മറ്റൊരു കൊമ്പൻ കൂടി നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണോ അതോ കളിക്കുകയാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് പറമ്പിക്കുളത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ 3 ട്രെക്കിംഗ് ആണ്. ഈ 3 ട്രെക്കിങ്ങും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രെക്കിങ്ങുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പഗ്മാർ ട്രയൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത് എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് ആണ്. പറമ്പിക്കുളത്ത് നമ്മൾ ട്രെക്കിംഗ് പോകുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിൽ അല്ലെങ്കിൽ എവർഗ്രീൻ ആയിട്ടുള്ളൊരു ഫോറസ്റ്റിലൂടെ ട്രെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്ത് നമ്മുടെ എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ട്രെക്കിങ്ങിലാണ്. പിന്നെ 3ാമത്തെ ട്രെക്കിംഗ് എന്ന് പറയുന്നത് ബിയർ പാത്ത് ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് ആണ്. നമ്മൾ ആ ഒരു ട്രെക്കിംഗ് പോയപ്പോഴാണ് ഇതിനു മുമ്പ് നമുക്ക് ടൈഗറിനെ വെറും 4 സെക്കൻഡ് കാണാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കരടിയുടെ മുമ്പിൽ പോയി ചാടിയതും ഈ ബിയർ പാത്ത് ട്രെക്കിങ്ങിൽ തന്നെയായിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലുള്ളത് ബിയർ പാത്ത് ട്രെക്കിങ്ങും അതുപോലെ പഗ്മാർ ട്രയലും തന്നെയാണ്. ഇവിടുത്തെ കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എത്ര തവണ ഈ ഒരു കാട്ടിൽ കയറി കഴിഞ്ഞാലും ഒരേ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകളെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇവിടുത്തെ എല്ലാ ട്രെക്കിംഗ് പ്രോഗ്രാംസും നമ്മൾ ഇതിനു മുമ്പ് പല തവണ എടുത്തിട്ടുണ്ട്. ഈ പല തവണ നമ്മൾ വന്നപ്പോഴും നമുക്ക് കിട്ടുന്ന കാഴ്ചകളെല്ലാം തന്നെ പല തരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരേ കാട്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരേ ട്രെക്കിംഗ് പാത്തിലൂടെ തന്നെ നമ്മൾ പല തവണ പോകുമ്പോൾ നമുക്ക് മടുക്കാത്തതിൻ്റെ ഒരു കാരണവും. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പെരുവാരി എന്ന് പറയുന്ന ആ ഒരു ഡാമിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.
അതുവരെ എല്ലാവർക്കും ബൈ.